പ്രവർത്തനം 5.3.1 LED മിന്നിക്കാം. റോബോട്ടിക് കിറ്റിലുള്ള ഒരു LED-യെ ആർഡിനോ പ്രോഗ്രാം ചെയ്ത് ബ്ലിങ്ക് ചെയ്യിക്കുകയാണ് ഈ പ്രവർത്തനം. ഇതിനു വേണ്ട കമ്പോണൻസ് ഒന്ന് പരിചയപ്പെടാം. ആർഡിനോ, USB ഡേറ്റ കേബിൾ, ബ്രെഡ് ബോർഡ്, മെയിൽ ടു മെയിൽ 2 ജമ്പർ വയറുകൾ, ഒരു റെസിസ്റ്റർ, ഒരു LED. കോഡിംഗ് കൊടുത്തുകൊണ്ട് ഈ LED-യെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ പ്രവർത്തനം. ആദ്യം ജമ്പർ വയറുകളെ കണക്ട് ചെയ്യാം. 13ാമത്തെ പിന്നിലാണ് നമുക്ക് സിഗ്നൽ കൊടുക്കേണ്ടത്. അതിന് നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ മറുവശം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പോയിന്റുകളിൽ സർക്യൂട്ട് ലഭ്യമാകും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാം. റെസിസ്റ്റർ ഉപയോഗിക്കേണ്ടത് ഈ പോയിന്റിലേക്കാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് റെസിസ്റ്റർ കൊടുക്കുന്നു. അതിൻ്റെ മറുവശം സൗകര്യപ്രദമായി എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുക. ഞാനിത് ഇവിടെ കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം LED-യുടെ നീളമുള്ള കാല് റെസിസ്റ്ററിൻ്റെ ഇവിടെ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത്രയും പോയിന്റുകളിൽ സർക്യൂട്ട് ഉണ്ടായിരിക്കും. അവിടെ എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ നീളം കുറഞ്ഞ കാല് നെഗറ്റീവ് നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇനി വേണ്ടത് ഗ്രൗണ്ടിലേക്ക് ഒരു ജമ്പർ വയർ കണക്ട് ചെയ്യുകയാണ്. അതാണ് നെഗറ്റീവ്. ആർഡിനോയുടെ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുക. അവിടെ നിന്ന് അതിൻ്റെ മറുവശം നമുക്ക് കണക്ട് ചെയ്യേണ്ടത് LED-യുടെ ചെറിയ കാലിൻ്റെ ഭാഗത്താണ്. ഇവിടെ കണക്ട് ചെയ്താലും കറണ്ട് ലഭ്യം. ഇനി നമുക്കിത് ബ്ലിങ്ക് ചെയ്യിപ്പിക്കാനായി പ്രോഗ്രാം തയ്യാറാക്കാം. LED ബ്ലിങ്ക് ചെയ്യിക്കുന്നുള്ള കോഡ് തയ്യാറാക്കുന്നത് RDBlocky എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമായ RDBlocky ഇൻ്റർനെറ്റിന് സഹായമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര ആർഡിനോ വിഷ്വൽ പ്രോഗ്രാമിംഗ് ടൂളാണ്. RDBlocky സോഫ്റ്റ്വെയറിനായി ആപ്ലിക്കേഷൻ, പ്രോഗ്രാമിംഗ്, RDBlocky എന്ന ക്രമത്തിൽ തുറക്കാം. ഇവിടെ നമുക്ക് സ്ക്രാച്ചിലൊക്കെ കാണുന്നത് പോലെ ബ്ലോക്കുകൾ കൊടുക്കുന്ന, കോഡുകൾ കൊടുക്കുന്ന കുറച്ച് ഭാഗം നമുക്ക് കാണാം. അവിടെ ഇൻപുട്ട്, ഔട്ട്പുട്ട് എടുക്കുക. കാരണം നമുക്ക് ഇൻപുട്ടാണ് നൽകേണ്ടത്. ഇവിടെ സെറ്റ് ഡിജിറ്റൽ പിൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ ഒരു കോഡ് നമുക്ക് എടുക്കാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് അത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? 13ാമത്തെ പിന്നിൽ നിന്നുള്ള സിഗ്നൽ ഹൈ ആയിരിക്കണം, അതായത് ലൈറ്റ് കത്തണം എന്നുള്ളതൊരു കോഡാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം 13 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഹൈ തന്നെ മതി. അടുത്തത് ഈ 13ാമത്തെ സിഗ്നൽ ലഭിക്കുമ്പോൾ ലൈറ്റ് ഹൈ ആയി കത്തണം. എന്നിട്ട് അതൊന്ന് വെയിറ്റ് ചെയ്യണം, സമയം കൊടുക്കണം, ടൈം. ഇവിടെ നമുക്ക് വെയിറ്റ് എന്നുള്ളത് എടുത്ത് നൽകാം. ഇവിടെ 1000 500 ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ 500 കൊടുത്ത് നോക്കാം. പല സമയവും കൊടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. ഇനി വീണ്ടും നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതിനുശേഷം ഇവിടെ ഹൈ എന്നുള്ളതിനെ ലോ ആക്കുക. അതായത് ഈ പ്രോഗ്രാം, ഈ കോഡ് നമ്മൾ കൊടുക്കുമ്പോൾ LED 13ാമത്തെ പിന്നിൽ നിന്നുള്ള സിഗ്നൽ സ്വീകരിച്ചുകൊണ്ട് ഹൈ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കത്തും. എന്നിട്ട് 500 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം 13ാമത്തെ സിഗ്നലിൽ നിന്നുള്ളത് ലോ ആകുന്നു, അണയുന്നു. അപ്പോൾ ഇനി വീണ്ടും നമുക്കത് പ്രകാശിക്കണമെങ്കിൽ വീണ്ടും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതുപോലെ ഇതിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇവിടെ കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതിനെ ഹൈ ആക്കാം. ഇപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ഈ കോഡെന്ന് പറയുന്നത് ഡിജിറ്റൽ പിൻ 13-ലെ സിഗ്നൽ പോകുമ്പോൾ പ്രകാശം ഹൈ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 500 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ വീണ്ടും ഡിജിറ്റൽ പിൻ 13-ലെ സിഗ്നൽ കുറയുന്നു, ലോ ആകുന്നു. വീണ്ടും 500 മില്ലി സെക്കൻഡ് നിൽക്കുന്നു. വീണ്ടും ഡിജിറ്റൽ പിൻ 13-ലെ സിഗ്നൽ ഹൈ ആകുന്നു, അതായത് LED കത്തുന്നു. അപ്പോൾ ആദ്യം LED കത്തുന്നു, വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെ കത്തി നിൽക്കുന്നു. അതിനുശേഷം LED അണയുന്നു, വീണ്ടും വെയിറ്റ് ചെയ്യുന്നു, വീണ്ടും കത്തുന്നു. ഇങ്ങനെയാണ് നമുക്ക് LED-യെ ബ്ലിങ്ക് ചെയ്യിക്കാൻ സാധിക്കുന്നത്. ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കഴ്സർ ഇങ്ങനെ കൊണ്ട് വച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അപ്ലോഡ് സ്കെച്ച് ടു ദ ആർഡിനോ എന്ന് കാണും. അതുപോലെ വെരിഫൈ ദ സ്കെച്ച് എന്നുള്ളതും കാണും. ആദ്യം വെരിഫൈ ദ സ്കെച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈയിങ് സ്കെച്ച് എന്ന് എഴുതി കാണിക്കുന്നത് കാണാം. ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കഴിഞ്ഞു.
ഇനി നമുക്ക് വേണ്ടത് അപ്ലോഡ് സ്കെച്ച് ടു ദ ആർഡിനോ എന്നുള്ളതാണ്. ആർഡിനോയിലേക്ക് നമുക്ക് ഇത് സ്കെച്ച് അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം USB നമുക്ക് ലാപ്പിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് സ്കെച്ച് ടു ദ ആർഡിനോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കോഡ് നൽകി കഴിഞ്ഞു. USB കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എന്താണ് റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. പിൻ 13 നിന്നുള്ള സിഗ്നൽ ഹൈ ആകുമ്പോൾ LED കത്തുന്നു. 500 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സിഗ്നൽ ലോ ആയി. വീണ്ടും 500 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. പിൻ 13 നിന്നുള്ള സിഗ്നൽ വീണ്ടും ഹൈ ആകുന്നു. ഇങ്ങനെ LED നമുക്ക് ബ്ലിങ്ക് ചെയ്യിപ്പിക്കാം. ഈ പ്രവർത്തനം എല്ലാവരും ചെയ്ത് പരിശീലിക്കുക. ലാപ്പിൽ നിന്നും USB ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം USB നമുക്ക് പവർ ബാങ്കിലോട്ട് കണക്ട് ചെയ്തും ബ്ലിങ്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ആർഡിനോയിൽ നമുക്ക് പ്രോഗ്രാം കോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ USB കണക്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ പ്രവർത്തനം കാണാൻ സാധിക്കും.